സർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേടിയതൊരു മികച്ച വിജയമാണ്. ഇപ്പോൾ വി ഡി സതീശൻ വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നു. തുടർഭരണം തടഞ്ഞു, അടുത്ത 2026 100 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വരും എന്നൊക്കെയാണ് വി ഡി സതീശൻ അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അവിടെ അൻവർ ഫാക്ടർ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ? അത് UDFനാണോ LDFനാണോ ദോഷം ചെയ്തത്? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കണക്കുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ 3-4 സ്ഥാനാർത്ഥി വന്നു, ചതുഷ്കോണ മത്സരം വന്നു. ഒരു സ്ഥാനാർത്ഥിക്ക് അത്ര കാര്യമായ വോട്ട് കിട്ടിയില്ലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ യാദൃച്ഛികത എന്ന രീതിയിൽ UDF ജയിച്ചു. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിഗണിക്കേണ്ട ഒരു കാര്യം, ഇക്കാലത്തെ അത്രയും ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉള്ള ഒരു ഘട്ടം ഒരുപക്ഷെ നമ്മുടെയൊന്നും അറിവിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പിണറായി സർക്കാരിനെയും പിണറായി ഇസത്തിനെയും കേരളം തീർത്തും എതിർക്കുന്ന ആ ഇടതുവർഗീയ മുന്നണിയിൽ പെടാത്ത സകലമാന പേരും ഈ സർക്കാരിനെതിരെയുള്ള ശബ്ദം ഉയർത്തുന്ന ഒരു കാലഘട്ടമായത്. അതെ, ആ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും 2021 കിട്ടിയതിനെക്കാട്ടിൽ ഓരോട്ടെങ്കിലും കൂടുതൽ നേടിയെങ്കിലല്ലേ വി ഡി സതീശൻ്റെ പാർട്ടിക്ക് ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. 708 വോട്ടിൻ്റെ കുറവാണ്. 708 കുറവ് അവിടെ മാത്രം 2021 നിന്ന്. അതെ, പ്രിയങ്ക ജയിച്ച വയനാട് ഇലക്ഷനോ ഏതാണ്ട് 67,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നിലമ്പൂരിൽ നിന്ന്. 67,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ വോട്ടിപ്പോൾ ജസ്റ്റ് അതിന് കൂടിയിരിക്കുന്ന ഏതാണ്ട് 10,000 വോട്ട് അതിൽ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇത്രയും അനുകൂലമായ സാഹചര്യത്തിൽ കോൺഗ്രസിനും UDFനും കിട്ടേണ്ട വോട്ട് കുറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെ എതിർക്കുന്ന വോട്ട്, അതായത് അൻവർ എന്തെല്ലാം പറഞ്ഞാലും കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ പിടിച്ച വോട്ട് പ്ലസ് LDFൻ്റെ വോട്ട്, അത് UDF വിരുദ്ധ വോട്ടാണ്. BJPയുടെ വോട്ട് മാറ്റി വെക്കുക. LDFിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അൻവറിൻ്റെ വോട്ടെന്ന് പറയുന്നത് LDFൻ്റെ വോട്ടാണ്. ആ 2 വോട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടും ഭൂരിപക്ഷം ആർക്കാ കൂടുതൽ നേരം? ഇത് വേറിട്ട് നിന്നതുകൊണ്ടല്ലേ? അതെ, അത് വേറിട്ട് നിന്നത് കൊണ്ടാണ് UDF ജയിച്ചത്. ഇനിയും ഞാൻ മറ്റൊരു ഘടകത്തിലൂടെ വരികയാണ്. ഇത് ഞാൻ UDF LDF എന്ന രീതിയിൽ പറയുമ്പോൾ അത്രയും കാര്യം എനിക്ക് തോന്നുന്നത് ചെറിയ സംഖ്യയിലാണെങ്കിൽ പോലും BJPക്ക് മാത്രമേ അവിടെ കുറച്ച് വോട്ട് കൂടിയിട്ടുള്ളൂ. 53 വോട്ടുകൾ കൂടി. അതൊരു തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമല്ലാത്തത് കൊണ്ട് അതിലേക്ക് പുറകെ വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ UDFൻ്റെ പരാജയം, വിജയത്തിലെ പരാജയം, അതിൻ്റെ പ്രധാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് മലപ്പുറത്തുണ്ടായിരിക്കുന്ന വർഗീയ ധ്രുവീകരണം, ആ ധ്രുവീകരണത്തിൻ്റെ പശ്ചാത്തലം കൂടെ പഠിച്ചു കഴിയുമ്പോഴാണ് അത് വ്യക്തമാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, 2021 ഇലക്ഷന് ഓരോ പാർട്ടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ സാധ്യത ഉള്ളതിൽ നിന്ന് വളരെ പുറകോട്ട് പോയി കേവലം 13 സീറ്റോ മറ്റോ മാത്രമാണ് മുസ്ലിം ലീഗിന് കിട്ടിയത്. അതെ, അതിന് കാരണം ഇടതുപക്ഷ വർഗീയ മുന്നണി, INLും കേരള കോൺഗ്രസും എല്ലാം ഉള്ള ഇടത് വർഗീയ മുന്നണി, ഈ വർഗീയ മുന്നണി മുസ്ലിം വർഗീയതയുടെ രാഷ്ട്രീയത്തെ ഏകോപിപ്പിക്കാൻ, കൺട്രോൾ ചെയ്യാൻ അനുവദിക്കാതെ അതിൽ വിള്ളൽ വരുത്തിക്കൊണ്ട് KT ജലീലിനെയും ഈ പറയുന്ന അൻവറേയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മുസ്ലിം വർഗീയ രാഷ്ട്രീയ വോട്ട് ബാങ്ക് അതിനെ പൊളിച്ചിടത്താണ് മുസ്ലിം ലീഗിൻ്റെ പരാജയവും UDFൻ്റെ പരാജയവും 21 ഇലക്ഷൻ ഉണ്ടായത്. ഇന്ന് കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും എല്ലാം കൂടെ പരിശ്രമിച്ചെടുത്തുനിന്ന് മുസ്ലിം വർഗീയ വോട്ട് ബാങ്ക്, അതിൽ തീവ്രവാദികളുണ്ട്, രാജ്യവിരുദ്ധരുണ്ട്, അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത മിതവാദി വർഗീയവാദികളുണ്ട്.
ഇവയെല്ലാം കൂടിയുള്ള വർഗീയവാദത്തിൻ്റെ വോട്ട് സമാഹരിച്ച് ഒരു വെട്ടിയിൽ വീഴുന്ന സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു. മറ്റേ ഇവർക്ക് ഉള്ളത് PDP മാത്രമാണ്. ആർക്കാ? LDFന്. ആ PDPയുടെ വോട്ടും ഒരുപക്ഷെ കുറച്ചുകൂടെ ചോർന്ന് അങ്ങോട്ട് പോയി കാണും. കാരണം മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനോട് കൂടെ ചേർന്ന് നിൽക്കാനല്ലേ ഈ ലീഗും എല്ലാം കൂടെ ഒന്നിച്ചുള്ള സാഹചര്യത്തിൽ PDPയുടെ അണികളും തയ്യാറാവുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പം അവിടെ വേറൊരു കാര്യം ഉണ്ടായി. അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതു വർഗീയ മുന്നണിയും ഈ മുസ്ലിം വർഗീയ വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചൊരു പ്രധാന തന്ത്രം എന്ന് പറയുന്നത് ശാരീരികമായും ബൗദ്ധികമായും മാനസികമായും ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ശബ്ദം, അതിൻ്റെ ഈവൻ വളരെ മോശമായ ശബ്ദവും ശാരീരിക പ്രകടനവും അതിവിടെ ആരംഭിച്ചു. ഇപ്പം അടുത്ത കാലത്ത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈശ്വർ പ്രസാദിനെ ആക്രമിച്ചത് നമുക്കറിയാം. ആ അക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹിന്ദുവിനെ ആക്രമിക്കാൻ, ഹിന്ദുവിനെ കടന്നാക്രമിക്കാൻ, ഹിന്ദുവിനെ അധിക്ഷേപിക്കാൻ ഞങ്ങളാണ് കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ മിടുക്കൻ എന്ന് പറഞ്ഞ് വോട്ട് തേടുന്നതായിരുന്നു ഇടതു വർഗീയ മുന്നണിയുടെ ശൈലി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി. ആ ശൈലിയിൽ അബ്യൂസീവ് ലാംഗ്വേജ് കൊണ്ട്, അനപലഷണീയമായ ഭാഷ കൊണ്ട് ശബരിമല ക്ഷേത്രത്തെയോ ഹൈന്ദുവിൻ്റെ മറ്റ് സങ്കല്പങ്ങളെയോ അയോധ്യയിലെ ക്ഷേത്രത്തെ ഉൾപ്പെടെ ആക്രമിക്കുവാനും എന്നും ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ഭാഷയിൽ സംസാരിക്കുന്നതിനും മുന്നിൽ നിന്ന് ഇടതുപക്ഷത്തെ ഒരു പ്രമുഖനാണ് എം സ്വരാജ്. അതെ, ഈ എം സ്വരാജും അപ്പുറത്തുള്ള VT ബലറാമും ഒക്കെ ഓർക്കേണ്ട ഒരു അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഇലക്ഷൻ. അതായത് അവരുടെ ആ മുസ്ലിം വിരോധം പറഞ്ഞത് കൊണ്ട് മാത്രം കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദു വിരോധം പറയുന്നത് കൊണ്ട് മാത്രം, ഹിന്ദുവിനെ തെറി പറയുന്നതുകൊണ്ട് മാത്രം, ഈശ്വർ പ്രസാദിനെ പോലെ ആക്രമിക്കുന്നതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ വിജയം നേടാൻ കഴിയുകയില്ല എന്നുള്ള സന്ദേശമാണ് പഴയൊരു DYFI നേതാവുകളായ സ്വരാജും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയിട്ട്, അതായത് ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ കൺസോളിഡേഷനാണ് കേരള രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ, കേരള ഭരണം പിടിച്ചെടുക്കാൻ എന്നുള്ള ധാരണ, അത് മാറ്റാൻ തയ്യാറാകുകയാണ് ഇടതു വർഗീയ മുന്നണിയെങ്കിൽ, സമയക്കുറവുണ്ട്, ഞാനൊരു വിഷയത്തിലേക്ക് പറയാം. 1987 ആ നിലയ്ക്കൽ പ്രശ്നത്തിന് ശേഷം EMS കാണിച്ച വകതിരിവ്, അതായത് കൂടെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ്സുകാരെയും മുസ്ലിം ലീഗിൻ്റെ ആ ഘടകത്തെയും ആ വർഗീയ പാർട്ടികളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങളിതാ ഇന്നോട്ട് മതേതരരാണെന്ന് പറഞ്ഞ് നിലയ്ക്കൽ പ്രശ്നത്തിന് ശേഷം EMS അടവുണ്ടല്ലോ, അടവ് നയത്തിൻ്റെയും ആശാനായിരുന്ന ഏലംകുളത്ത് മനക്കര ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്നങ്ങനെ നിലപാടെടുക്കാൻ കാരണമെന്ന് പറയുന്നത്, നിലയ്ക്കൽ പ്രശ്നത്തിന് ശേഷം ഐക്യത്തോടുകൂടി മുന്നോട്ട് വന്ന ഹിന്ദുവിൻ്റെ വോട്ട് നേടുന്നതിനുള്ള കെൽപ്പ് അന്ന് BJPക്കില്ലായിരുന്നു. ആ വോട്ട് ഞങ്ങൾക്ക് പോരട്ടെ എന്ന ചിന്തയിലാണ് അന്ന് അദ്ദേഹം ഇത് ചെയ്തത്. എന്നാൽ ഹിന്ദുപക്ഷോട്ട് പറഞ്ഞുമില്ല, ഹിന്ദുപക്ഷത്തിൽ നിന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. 57 EMS ഹിന്ദുപക്ഷ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രിയായത്. ശബരിമല രാമസിംഹന്റെ കാര്യം നമുക്ക് ഇപ്പൊ പോകണ്ട. അപ്പോൾ ഞാൻ പറയുന്നത്, ഹിന്ദുവിരുദ്ധ വർഗീയത എന്നുള്ളത് അജണ്ടയിൽ നിന്ന് മാറ്റി പുതിയൊരു വികസനത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് വരാൻ തയ്യാറാവുകയാണെങ്കിൽ അത് LDFന് UDFിൽ നിന്നുള്ള ആ മേൽക്കൈ തിരിച്ചു പിടിക്കുന്നതിനുള്ള അവസരമായി മാറും. ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ്. കാരണം ഇത്രയൊക്കെ പിണറായി വിരുദ്ധ വികാരം ഉണ്ടായിട്ടും UDFന് വോട്ട് കൂട്ടാൻ പറ്റിയിട്ടില്ല. എം സ്വരാജിനെ പോലെയുള്ള ഒരു നാണം കെട്ട വർഗീയവാദിക്ക്, ഹിന്ദുവിരുദ്ധ വർഗീയവാദിക്ക് എങ്ങനെയാണെങ്കിലും കേരളം മറുപടി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. VT ബലറാമിനെ പോലെയുള്ളവർക്കും, അത് കോൺഗ്രസ് പക്ഷത്ത്
VD സതീശനും ഇത് തന്നെ പ്രതീക്ഷിക്കാം. ഇതിനിടയ്ക്ക് ഇന്നലെ രമേശ് ചെന്നിത്തല ഒരു ന്യായം പറഞ്ഞു, BJP അപ്രസക്തമാണെന്ന് തെളിഞ്ഞു എന്ന്. അതിന് എന്താ അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വിഡ്ഢിത്തരം എന്ന് പറയുന്നത് ഒരു പക്ഷേ കുറഞ്ഞു പോകും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കുഞ്ഞാലിക്കുട്ടി ഈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണമെന്ന് ചോദിച്ചപ്പം ആരുടെ വോട്ട് കിട്ടിയാലും വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ രമേശ് ചെന്നിത്തലയോട് എന്നും എല്ലാ ഇലക്ഷനും മറുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മുണ്ടിൻ്റെ അടിയിൽ കാക്കി നിൽക്കറാണോ, RSSന്റെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുമെന്ന് ചോദിക്കുമ്പം എന്തെങ്കിലും ചെന്നിത്തലയ്ക്ക് അത് പറയുന്നതിനുള്ള ധൈര്യമുണ്ടായിട്ടുണ്ടോ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നല്ല, കോൺഗ്രസ്സുകാരിൽ നിന്ന്. അപ്പം ഒരു പക്ഷത്തെക്കുറിച്ച്, ഹിന്ദുപക്ഷത്തെക്കുറിച്ച് എന്ത് തോന്നിവാസവും പറയാം. ഹിന്ദുപക്ഷമല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ് ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും നാളത്തെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത് ചെന്നിത്തല കരുതിയിട്ടുണ്ടെങ്കിൽ ചെന്നിത്തല വിഡ്ഢികളുടെ സ്വർഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇനി മറുപക്ഷം പറഞ്ഞാൽ ഈ A.A. റഹീമിനെയും ഈ നമ്മുടെ അനിൽകുമാറിനെയും ഈ അദ്ദേഹത്തിൻ്റെ പേര് സ്വരാജിനെയും ഒക്കെ അഴിച്ചുവിട്ട് അദ്ദേഹത്തിൻ്റെ ഗോവിന്ദൻ ഒക്കെ പറയുന്ന ആ ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ വാക്കുകളും അതിൻ്റെ ഭാണ്ഡക്കെട്ടും അതിൻ്റെ പേരിൽ നടത്തുന്ന അക്രമങ്ങളും മാറ്റിവെക്കാൻ, ഒന്നുകൂടെ പച്ചയായി പറഞ്ഞാൽ വാദിക്കൽ രാമകൃഷ്ണനെ ആക്രമിച്ച കാലം തൊട്ട് ABVP നേതാവ് ഈശ്വർ പ്രസാദിനെ ആക്രമിച്ച കാലം വരെയുള്ള രാഷ്ട്രീയം, ആക്രമണത്തിൻ്റെ രാഷ്ട്രീയം അവസാന കാലഘട്ടത്തിൽ കൃത്യമായി ഞാൻ പറയുന്നു, ഇതാരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയമാണ്. ഹിന്ദു വർഗീയതയുടെ പക്ഷത്തുള്ളവരെ പ്രീണിപ്പിക്കാൻ രാഷ്ട്രീയമാണ്. ഇത് മാറ്റിവെച്ചിട്ട് വികസനത്തിൻ്റെ രാഷ്ട്രീയം മാത്രം പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരിക, പ്രായത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ പോലും പിണറായി മാറി പൊതുസമൂഹത്തിന് സ്വീകാര്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ ആവട്ടെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക. ഒപ്പം തന്നെ നിങ്ങൾ കുറേ കാലമായില്ലേ KT ജലീലിനെയും അതുപോലെ അവിടെ തന്നെ നമ്മുടെ അൻവറിനെയും TK ഹംസയെയും ഒക്കെ സ്വതന്ത്രരായി നിർത്തി മുസ്ലിങ്ങൾ കൂടെ സ്വീകാര്യനായ സ്വന്തം നിർത്തി പരിശ്രമിച്ചില്ലേ? ആ പരിശ്രമം ഹിന്ദുക്കൾ കൂടെ സ്വീകാര്യനായ ഹിന്ദുവിരുദ്ധനല്ലാത്ത ആവശ്യം വേണ്ടിടത്ത് സ്വതന്ത്രരെ കൂടെ ഇറക്കാൻ ഇവർ തയ്യാറായി കഴിഞ്ഞാൽ, അതായത് ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ അജണ്ട മാറ്റി ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് അജണ്ടയിലേക്ക് പോകട്ടെ, അല്ല കാലാനുസൃതമായി വികസനത്തിൻ്റെ ഭാഷയിലേക്ക് വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിണറായി വിജയനും പിണറായി വിജയനും ചാൻസ് ഇല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതു വർഗീയ മുന്നണി എന്നുള്ളത് മാറി ഇടത് മുന്നണിയായി മാറിയാൽ ഒരു സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല. ആ നന്നാകില്ലെന്ന് പറയുന്നതിന് പണം കിട്ടുന്ന, പരിഗണന കിട്ടുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് കേരളം ജീവിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ രക്ഷ ഇടത് വർഗീയ മുന്നണിയിൽ നിന്നും വലത് വർഗീയ മുന്നണിയിൽ നിന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. ഒപ്പം തന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് 26-ൽ ഞങ്ങൾക്കാണ് അവസരം എന്ന് കരുതുന്ന വലത് വർഗീയ മുന്നണിക്ക് അവസരം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. ഇടത് വർഗീയ മുന്നണിയുടെ അടവ് നയങ്ങളിൽ കേൾക്കേണ്ടവരും സ്വീകരിക്കേണ്ടവരും സ്വീകരിക്കട്ടെ. O. രാജഗോപാലിനെ തോപ്പിച്ചതുപോലെ, കുമ്മനം രാജശേഖരനെ തോപ്പിച്ചതുപോലെ, സുരേന്ദ്രനെ തോപ്പിക്കാൻ വേണ്ടി കാസർഗോഡിൽ വോട്ട് പറിച്ചതുപോലെ ഈ തോപ്പിക്കുന്നത് ഞങ്ങളുടെ പണിയാണെന്ന് കരുതി BJPയുടെ നേതാക്കളെ തോപ്പിക്കുന്നതിന് വേണ്ടി കുതന്ത്രങ്ങൾ മെനയാതെ സ്വതന്ത്രമായി 3 മുന്നണിയും മത്സരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ BJPയുടെ വോട്ട് BJP പിടിക്കുന്നു, ജയിക്കാൻ സാധ്യതയുള്ളത് ജയിക്കട്ടെ. വലത് വർഗീയ മുന്നണി അവരും പിടിച്ചോട്ടെ, ഇടത് വർഗീയ മുന്നണി അവരും പിടിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് 2026-ലെ നേട്ടം ഒരുപക്ഷെ ഇടത് വർഗീയ മുന്നണിക്കായാലും അതിശയിക്കാനൊന്നുമില്ല. പിണറായി മാറണം, പിണറായിസം തീരുകയും ചെയ്യണം, അത്രയും മാത്രം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.